ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്തിന് സമീപം ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ തുടങ്ങി. റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കം ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായത് വലിയ പ്രതിസന്ധിക്കും പ്രതിഷേധത്തിനും ഇടവരുത്തിയിരുന്നു. മണ്ണ് നീക്കി യാത്ര സുഗമവും സുരക്ഷിതവുമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്തിന് സമീപം ഇരച്ചിൽപ്പാറ ഭാഗത്ത് ഗവൺമെന്റ് LP സ്കൂളിന് സമീപമായിട്ടായിരുന്നു മൺതിട്ടയിടിഞ്ഞ് റോഡിൽ വീണത്. ദിവസവും റോഡിലേക്ക് ഇടിഞ്ഞെത്തുന്ന മണ്ണിന്റെ അളവ് വർദ്ധിച്ചതോടെ മണ്ണ് നീക്കണമെന്നും പ്രദേശത്ത് സുരക്ഷയൊരുക്കണമെന്നും ആവശ്യമുയർന്നു. റോഡിന്റെ പകുതിയോളം ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണ നിലയിലായിരുന്നു. 100 മീറ്ററോളം ദൂരത്തിലാണ് റോഡിൽ മണ്ണ് വീണ് കിടന്നത്. റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കം ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായത് വലിയ പ്രതിസന്ധിക്കും പ്രതിഷേധത്തിനും ഇടവരുത്തിയിരുന്നു. മണ്ണ് നീക്കി യാത്ര സുഗമവും സുരക്ഷിതവുമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നതെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. ഇരച്ചിൽപ്പാറയിൽ മണ്ണ് കുറെ നാളുകളായിട്ട് തന്നെ സ്ലംപ് ചെയ്ത് വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മാത്രമേ മാറ്റാൻ കഴിയുകയുള്ളായിരുന്നുള്ളൂ. കാരണം മണ്ണ് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് മറ്റ് അപകടങ്ങളിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് എത്രത്തിൽ ശാസ്ത്രീയമായി ചെയ്യണമെന്നുള്ള പഠനം നടത്തി അതിൻ്റെ പല പെർമിഷൻസും എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, വനം വകുപ്പിൻ്റെയും ജിയോളജി വകുപ്പിൻ്റെയും. അപ്പോൾ ആ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നമ്മൾ അവിടുത്തെ ഒരു റീറ്റെയിനിങ് വാൾ ചെയ്യാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. അത് അടുത്ത മഴക്കാലത്തിന് മുന്നേ തന്നെ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി സുരക്ഷിതമാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിരിക്കുന്നത്. വൻതോതിൽ മണ്ണ് റോഡിൽ വീണതോടെ ഈ ഭാഗത്തെ ഗതാഗതവും ബുദ്ധിമുട്ടിലായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ യന്ത്രസഹായത്തോടെ മണ്ണ് നീക്കാൻ തുടങ്ങിയത്. 1.5 മാസത്തിനുള്ളിൽ മണ്ണ് നീക്കി ഇവിടെ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.